ശ്രീത്, ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യര് പിന്നെയും പോവുകയാണ്. എവിടേക്കാണ് ഈ പോക്ക്? അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ ജനങ്ങൾക്കിടയിൽ ഇരിക്കുക എന്നതല്ലല്ലോ. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയത് ഈ TV ചാനലുകളാണ്. എന്തായാലും KPCCയുടെ വക്താവായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു പദവിയുടെ ആവശ്യമുണ്ടോ എന്നറിയില്ല. കാരണം അദ്ദേഹം രാജിവെച്ച് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ അദ്ദേഹം TV ചാനലുകളിൽ സജീവമാണ്. ഇപ്പോൾ ജനങ്ങൾക്കുൾപ്പെടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണോ അതോ BJPയുടെ വക്താവാണോ എന്ന് സംശയം. കാരണം അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെക്കുറിച്ചോ പ്രിയങ്ക ഗാന്ധിയുടെ ഭാവിയിലെ ഇന്ത്യയുടെ സ്വപ്നങ്ങളോ അതോ അടുത്ത മുഖ്യമന്ത്രിയായി രാഹുൽ ഗാന്ധി മറ്റേ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞത് അങ്ങ് കാശ്മീരിലേക്കല്ല പോകേണ്ടത്, ആൻഡമാനിലേക്ക്, സവർക്കർ കിടന്ന ജയിലിലേക്കാണ് പോകേണ്ടത്. അതന്ന് BJPയിൽ ഉണ്ടായിരുന്ന കാലത്ത്. അതിനുശേഷം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വികസന സ്വപ്നങ്ങളും മതേതര ഇന്ത്യയെക്കുറിച്ചൊന്നും അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തെ ഇനി ചർച്ചയ്ക്ക് വിളിക്കാത്തതാണോ എന്നറിയില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള അവിടങ്ങളിലും എന്തായാലും ഈ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടോ അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടോ സോണിയാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടോ എന്നും പോസ്റ്റുകളില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും BJP കാരനാണ്. BJP വളരാത്തതിന് കാരണം സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ മാറണം, ശോഭാ സുരേന്ദ്രൻ വരണം. അപ്പം സുരേന്ദ്രൻ മാറിയാൽ ചിലപ്പോൾ സന്ദീപ് വാര്യർ തിരികെ BJPയിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ സൂചന, അല്ലേ? അല്ല, അതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ സുരേന്ദ്രനേക്കാൾ അദ്ദേഹത്തിന്റെ പ്രണയം BJPയോടാണ്. കാരണം നമുക്കൊരു പാർട്ടിയോട് സ്നേഹമുള്ളപ്പോഴല്ലേ അത് വളർന്നു കാണുന്നത്, നമുക്ക് സ്വപ്നം കാണുമല്ലോ. ആ സ്വപ്നം ഇപ്പോഴും സന്ദീപ് വാര്യറിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സുരേന്ദ്രൻ മാറണമെന്ന്. സുരേന്ദ്രൻ മാത്രമല്ല മാറേണ്ടത്, നരേന്ദ്രമോദിയെ പറ്റിയും കുറ്റം പറഞ്ഞു. അപ്പം മോദിയും മാറിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി മാറണം, അമിത്ഷാ മാറണം, RSSന്റെ നയങ്ങൾ മാറണം. അങ്ങനെ ഒരു പുതിയൊരു BJP ആണ് സന്ദീപ് വാര്യർ സ്വപ്നം കാണുന്നത്. പിന്നെ ശ്രീത് ചോദിച്ചില്ല, ഇപ്പം ഇദ്ദേഹം ഇനിയിപ്പോൾ ടെലിവിഷൻ ചാനലൊക്കെ ഇരുന്ന് സംസാരിക്കും കോൺഗ്രസിന് വേണ്ടി. കാരണം ഇനി അങ്ങോട്ട് കോൺഗ്രസ്സുകാർ വായിട്ടലയ്ക്കേണ്ട സമയമാണ്. അല്ല, കോൺഗ്രസ്സുകാർ കൺഫ്യൂഷനിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ കോൺഗ്രസ് വക്താവായി വിളിച്ചാൽ അദ്ദേഹം കോൺഗ്രസിന്റെ കാര്യം സൂചിപ്പിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം BJPയിൽ സുരേന്ദ്രൻ മാറിയാൽ കേരളത്തിൽ BJPക്ക് വളർച്ചയുണ്ട്. അല്ല, ഇദ്ദേഹം ആരുടെ ആളായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഒരു ഷാൾ ഇടും കഴുത്തിൻ്റെ. കോൺഗ്രസ്സുകാർക്കെല്ലാം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അവരെ പെട്ടെന്ന് തിരിച്ചറിയാം. മറ്റേ അലക്കി പക്ഷേ ഷാളിന്റെ കളർ പച്ചയായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഒരു മുസ്ലിം ലീഗിന്റെ അംഗത്തെ പോലെയാണ്. അല്ല, അത് പ്രധാനമായിട്ട് കാണിക്കും. പിന്നെ അലക്കി വെളുപ്പിച്ച് അങ്ങനെ ഇട്ടേക്കും. കാരണം കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനെയാണ്. അല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നു, ഇത്ര കഷ്ടപ്പെട്ട് കോൺഗ്രസിൽ നിൽക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് നന്നായിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. അതിനകത്ത് ചില കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. 2026 കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അധികാരത്തിൽ വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആകട്ടെ. അപ്പോൾ സന്ദീപ് വാര്യർക്ക് എന്തോ ചില പരിഗണന ഉണ്ട്. അല്ല, പരിഗണന ഉണ്ടെന്ന് പറയുമ്പോഴാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം പാർട്ടിയിൽ നിന്നും BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തി 1 മാസം കഴിഞ്ഞതും എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്യുകയാണ്. KPCCയുടെ സെക്രട്ടറിയായി ഉടൻ തന്നെ സന്ദീപ് വാര്യർ വരുന്നു എന്ന്. KPCCക്ക് സെക്രട്ടറിമാരല്ലേ ഉള്ളൂ, മുക്കിന് സെക്രട്ടറിമാർ. അല്ല, ആ ചുമതല പോലും ഈ BJPയുടെ എന്തോ വലിയ നരേന്ദ്രമോദി കഴിഞ്ഞാൽ കേരളത്തിൽ 2ാമത്തെ വ്യക്തി സന്ദീപ് വാര്യറാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന രീതിയിലായിരുന്നല്ലോ കോൺഗ്രസ്സുകാരുടെ എല്ലാം വലിയ പ്രതികരണം. എന്തായാലും ഈ പെട്ടി ചുമക്കാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ കോൺഗ്രസിനകത്ത്. കോൺഗ്രസിൻ്റെ അകത്ത് എന്തെങ്കിലും സ്ഥാനമാനം എന്ന് പറഞ്ഞാൽ പെട്ടി ചുമക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ പെട്ടി ചുമക്കുകയും ചെയ്യാൻ TVയിലിരുന്ന് BJP വളർത്താനുള്ള തൻ്റെ ആശയങ്ങളും പങ്കുവയ്ക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് വാര്യർക്ക് ഈ ഒരു വാചക ഇതുണ്ട്, ഒരു വാക്ചാതുര്യമുണ്ട് കേട്ടോ. അല്ല, അതാണ് അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിൽ പങ്കെടുത്ത് അടി വാങ്ങുന്നത് നാം കണ്ടിട്ടില്ല. അല്ലാതെ നിരന്തരം സമരങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന കണ്ടിട്ടില്ല. അപ്പോഴേ അദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും പെട്ടെന്ന് BJPയുടെ സംസ്ഥാന കമ്മിറ്റി വക്താവുമെല്ലാം ആകാൻ കഴിഞ്ഞു എന്ന് നാം
ചിന്തിക്കുമ്പോഴാണ് സാറ് പറഞ്ഞത് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വ്യക്തമായി തന്നെ പഠിച്ചിട്ട് പറയും എന്ന രീതിയിലുള്ള, അങ്ങനെ അദ്ദേഹം എല്ലാം പഠിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്വീകാര്യത ലഭിച്ചു. അതോടൊപ്പം തന്നെ BJPക്ക് ഒരു പാഠമാണ്, ഈ സൈബർ ഇടങ്ങളിലും ചർച്ചകളിലും വലിയ സ്വാധീനം ലഭിക്കുമ്പോൾ അവരെല്ലാം പിടിച്ച് പ്രധാന സ്ഥാനങ്ങളിൽ നിർത്തുമ്പോൾ അത് എല്ലാ പാർട്ടിയും ഇനി ശ്രദ്ധിക്കാനുള്ളതാണ്. അങ്ങനെ നിർത്തുമ്പോൾ ആ പാർട്ടിക്ക് തിരിച്ചടി നൽകും. കാരണം ഇവരെല്ലാം പ്രവർത്തിച്ച് അടിത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് വരുമ്പോൾ ആ പാർട്ടിയോട് കൂറും ആശയത്തോടുള്ള ആ സ്നേഹമെല്ലാം ഈ പ്രവർത്തകർ കാണിക്കും. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വരുന്നവർ കുമ്പള പോലെ വന്ന് അത് അവസാനിച്ചു പോകുന്നതാണ് കണ്ടത്. അതായിരുന്നു നാം സന്ദീപ് വാര്യറിൽ കണ്ടത്. എന്തായാലും സന്ദീപ് വാര്യർ വലിയ സ്വപ്നങ്ങളുമായാണ് BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്. അദ്ദേഹത്തിന് എന്തായാലും തൻ്റെ വയറു നിറയുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കാരണം നമുക്കറിയാം ഇദ്ദേഹം അന്ന് BJPയുമായി ഇടയുന്ന സാഹചര്യമുണ്ട്. കസേര കിട്ടിയില്ല, ചുമതല കിട്ടിയില്ല എന്ന് പറഞ്ഞ് BJPയുമായി ഇടയുന്നതിന് പിന്നാലെ അദ്ദേഹം CPMുമായി ചർച്ച നടത്തുന്നു, അതോടൊപ്പം തന്നെ CPIയുമായി ചർച്ച നടത്തുന്നു. പിന്നീട് അവസാന ഘട്ടമാണ് DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നത്. അങ്ങനെ അദ്ദേഹം തന്നെ ഒരു വിൽപ്പന ചരക്കായി മാറുകയാണ്. എൻ്റെ മൂല്യം ഇത്രയാണ്, എനിക്ക് ഇത്രയും ഓഫർ തന്നാൽ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് മാറാമെന്നൊരു അവസ്ഥയിലേക്കാണ് ആ ചർച്ചകൾ പോകുന്നത്. അങ്ങനെ ഏറ്റവും വലിയ ഓഫർ നൽകിയ കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ അദ്ദേഹത്തെ അന്ന് ഡൽഹിയിലെല്ലാം എത്തിയപ്പോഴായിരുന്നു അന്ന് ആ ചർച്ച വന്നത്. KPCCയുടെ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു. ഇപ്പോൾ ഒന്നുമല്ലാത്ത വക്താവായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പിന്നെ പാർട്ടി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, വരുന്ന പുനഃസംഘടനയിൽ ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ ഉയർന്ന ചുമതല നൽകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ KPCCയുടെ പുനഃസംഘടന എന്ന് നടക്കുമെന്നത് എന്തായാലും പാർട്ടി സുധാകരന് ഉൾപ്പെടെ അറിയാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ വർഷങ്ങളായി തന്നെ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യമാണ്, പുതിയ പ്രസിഡന്റ് വരുന്നു, പുതിയ പുനഃസംഘടന ഉണ്ടാകുന്നു എന്ന രീതിയിൽ കൊണ്ടുപോവുകയാണ്. ഇനി എന്തായാലും ചിലപ്പോൾ ഇനി മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇദ്ദേഹത്തിന് ചുമതല ഉണ്ടെങ്കിൽ തന്നെ പല മുതിർന്നവരുമുണ്ടല്ലോ പാർട്ടിയിൽ തന്നെ, പാലക്കാട് നിന്നുള്ള പല മുതിർന്ന നേതാക്കളുമുണ്ട്. അപ്പോൾ അവരെല്ലാം അവഗണിച്ചുകൊണ്ട് സന്ദീപ് വാര്യരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവിടെയും ഒരു കലാപത്തിനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ മേൻഡ്രിക്കിൻ്റെ രീതിയിലേക്കാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കുള്ളിലും തലവേദനയായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അണികൾക്കിടയിലും തലവേദനയായി അദ്ദേഹം മാറുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യർ വക്താവ് ആകുകയാണെങ്കിൽ ആ പാർട്ടിയിൽ കോൺഗ്രസിനുള്ളിലായിരിക്കും തമ്മിലടി ഉണ്ടാവുക. കാരണം അദ്ദേഹം പഴയ BJPയെ കുറിച്ചെല്ലാം അനാവശ്യമായി ഇങ്ങനെ പറയുന്നത്, BJPയെ നാം ഒരാളെ വിമർശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഉയർച്ച കാണാനാണല്ലോ. രണ്ട് രീതിയിലുണ്ട്, അദ്ദേഹത്തെ തകർക്കാനുമുണ്ട്, അതിൻ്റെ ഉയർച്ച കാണാൻ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സന്ദീപ് വാര്യന് BJPയുടെ ഉയർച്ച കാണണമെന്നാണ്. അദ്ദേഹം എന്തായാലും കോൺഗ്രസിൽ കൂടുതൽ ചുമതലകൾ ഉണ്ടാകുമ്പോൾ അത് BJPക്കായിരിക്കും ഗുണകരമാകുന്നത്, BJPയുടെ ഉയർച്ചയും സാധ്യമാകും. എന്തായാലും മറ്റൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഈ സന്ദീപ് വാര്യർ പോകുന്നതിന് പിന്നാലെ തന്നെ പാലക്കാട് BJP തകരും, അതോടൊപ്പം തന്നെ BJPയുമായി ഇടഞ്ഞു നിൽക്കുന്നവരെല്ലാവരും സന്ദീപ് വാര്യനോടൊപ്പം പോകുമെന്ന്. എനിക്കറിയില്ല, സാറിനെ കണ്ടിട്ട് കാണും ആരെങ്കിലും അദ്ദേഹത്തോടൊപ്പം. അദ്ദേഹത്തിന് ഒരു BJP നേതാവിനെ പോലും അപ്പുറത്ത് മറുസൈഡിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വയനാട്ടിൽ നിന്നുള്ള ഒരു മുൻ BJPയുടെ പ്രസിഡന്റ് കോൺഗ്രസിലേക്ക് പോയെന്ന് പറയുന്നത്, അദ്ദേഹം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം അവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ക്രൈസ്തവ വിഭാഗത്തിലെ അച്ഛന്മാരെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരിടവും സ്ഥലമില്ലാത്തതിന് പിന്നാലെ ഞാൻ സന്ദീപ് വാര്യറിനോടൊപ്പം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ സന്ദീപ് വാര്യറിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ പാലക്കാട് ഒരു കൗൺസിലറിനെ പോലും കൊണ്ടുവരാൻ കഴിയില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഞാൻ പാലക്കാട്ടെ BJP തകർക്കും, കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് എത്തിക്കുമെന്നെല്ലാം അദ്ദേഹം പറയുമ്പോഴും ഒരാൾ പോലും വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ തന്നെ സന്ദീപ് വാര്യർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ശ്രമം BJP നടത്തും. അതോടൊപ്പം തന്നെ സാറ് ചിലപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വേണമെങ്കിൽ BJPയിലേക്കും തിരികെ വരാം. കാരണം സുരേന്ദ്രനുമായുള്ള തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അങ്ങനെ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് വരാൻ, അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും BJP ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ ചർച്ചകളിലും BJPയുടെ ശക്തിപ്പെടുത്തുവാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് വക്താവാക്കുമ്പോഴും അദ്ദേഹം BJPയെ ഉയർത്താനുള്ള ശ്രമങ്ങളുമായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരുന്ന പുനഃസംഘടന അദ്ദേഹത്തിന് കൃത്യമായ ചുമതല നൽകുമെന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
2026 തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണല്ലോ ഈ സംഘടനകൾ എല്ലാ പാർട്ടികളും നീങ്ങുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ അതിനൊരു സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉറപ്പായി വരും. പക്ഷെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ അതിന് സമ്മതം മൂളുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്ത്രപൂർവ്വം ഇപ്പോൾ മുസ്ലിം ലീഗുമായി അടുക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല പാർട്ടി പരിപാടികളിലും അദ്ദേഹം സജീവമാകുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചത്. അദ്ദേഹം ഈ കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗിൽ ചേർന്നിരുന്നെങ്കിൽ ഈ മലപ്പുറത്തോ കാസർഗോഡോ വല്ല ഒരു സീറ്റ് ഒപ്പിച്ച് അവിടെ നിന്ന് വിജയിച്ച് കയറാമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തായാലും കോൺഗ്രസ്സിലാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നതായിരിക്കും. ചിലപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പരിഗണന കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാം. ഈ നിലവിലെ സമയത്ത് എന്തായാലും പുതിയ KPCCയുടെ അധ്യക്ഷനായി വക്താവായ അദ്ദേഹം ചുമതലയേൽക്കും ഉടൻ തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.